മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിക്കും പുട്ടിനും ഇടിയപ്പത്തിനും അപ്പത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ, അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് ചേർത്ത മുട്ടക്കറിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത മുട്ടക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എല്ലാം വേവിച്ചെടുത്തതാണ്. മുട്ടയും ഉരുളക്കിഴങ്ങും എല്ലാം വേവിച്ചെടുത്തതാണ്. വേവിക്കാതെയും ചെയ്യാം കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് വേവിക്കാതെയും നമുക്ക് ഈ റെസിപ്പി ചെയ്യാം. അതുപോലെ തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സവോളയാണ്. പിന്നെ 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് 3 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്, 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. സവോളയൊന്ന് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കണം. ഇത്രയും ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചോ വേവിക്കാതെ എടുക്കാം. വേവിച്ചെടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ കുറച്ച് മതി. വേവിക്കാതെ എടുക്കുകയാണെങ്കിൽ കുക്കിംഗ് ടൈമും കൂടുതലായിരിക്കും, തേങ്ങാപ്പാലിൻ്റെ അളവും കൂടുതൽ വേണം. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിലും വെജിറ്റബിൾ ഓയിലും ചെയ്യാം, പക്ഷേ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യായിരിക്കും ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്, ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ നമ്മുടെ എണ്ണയിലേക്ക് മിക്സ് ആവണം. ആ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള കറികളൊക്കെ ചെയ്യാനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുക. അപ്പോൾ കൂടുതൽ നന്നായിരിക്കും. ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തോളൂ. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, ഒരു തക്കാളിയും കൂടി വേണം നമുക്കിതിലേക്ക്. അപ്പോൾ ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി വേണം, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തക്കാളിയും കൂടി എടുത്ത് വെച്ചോളൂ. ഞാൻ ഈ സവോളയൊന്ന് വഴറ്റിയെടുക്കട്ടെ. സവോള വഴറ്റുമ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ സവോളയുടെ കളറ് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ സവോള ഒന്ന് വഴന്ന് വരാനായിട്ട്. ആ സമയത്ത് നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനപ്പോൾ തക്കാളി കട്ട് ചെയ്ത് വയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഈ സമയത്ത് തക്കാളി കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. സവോളയുടെ കളറൊക്കെ മാറി തുടങ്ങി കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കളർ മാറിയത് അറിയാത്തത്. അപ്പോൾ ഞാൻ ഈ 2 മുട്ടയ്ക്കുള്ള അളവിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. നിങ്ങൾ എടുക്കുന്ന മുളക് പൊടി അനുസരിച്ച് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് മല്ലിപ്പൊടിയൊന്നും നമുക്ക് വേണ്ട. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതി കേട്ടോ. പുറമേ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. ഈ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. പൊടികളൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ നീളത്തിൽ സ്ലൈസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി തക്കാളി ഉടഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് എടുക്കും തക്കാളി ഉടഞ്ഞ് വരാനായിട്ട്. നല്ല വെളുത്ത തക്കാളി ആണെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് ഉടഞ്ഞ് കിട്ടും. എൻ്റെ കയ്യിലുള്ളത് നല്ല വെളുത്ത തക്കാളിയല്ല, ഒരിത്തിരി പഴുപ്പ് കുറവാണ്. അപ്പോൾ ഒരു 4 മിനിറ്റ് സമയം കൊണ്ടേ നമ്മുടെ തക്കാളി ഒന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ഉടഞ്ഞ് വന്നോളും കുക്കായി കഴിയുമ്പോൾ.
ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കറക്റ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതല്ലാതെ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിനും മുട്ടയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് ഇനി ചേർക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഗ്രേവി തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണെങ്കിൽ നമ്മൾ ഈ തക്കാളി വഴറ്റിയതിൻ്റെ കൂടെ ചേർത്തൊന്ന് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കുക. തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കണം. അപ്പോൾ വേവിച്ച ഉരുളക്കിഴങ്ങാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് തുടങ്ങി. നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാല ഒന്ന് പിടിച്ചു വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 3 മിനിറ്റ് ഈ കറി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് ആ ഉപ്പൊക്കെ പിടിച്ചു വരും. ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ വേഗം കുക്കായി കിട്ടും, ഇല്ലെങ്കിൽ സമയമെടുക്കും കുക്കായി വരാനായിട്ട്. അപ്പോൾ ഇതിലേക്കൊന്ന് മസാലയൊക്കെ പിടിച്ചു വരട്ടെ. ഇതുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ഫ്ലെയിം കുറച്ചിട്ടോ ചേർക്കാം കേട്ടോ. ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്തു, അതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ പാനിൻ്റെ ചൂടിൽ തന്നെ നമ്മുടെ 1/4 പാല് കുക്കായിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് വറവിടണം. വറവിട്ടിട്ടാണ് ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇത്രയും മതി, ഇതിലേക്ക് വറവിട്ടെടുക്കാം. നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ മുട്ടയും കൂടി ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. ഇനി ഞാനിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. വറവിടാനായിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കാം. കടുകൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കടുകൊന്നും ഇല്ലാതെയാണ് നമ്മൾ വറവിടുന്നത്. പാൻ ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ റൗണ്ടിലാണ് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. ഈ ഉള്ളി ഒന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇപ്പോൾ തന്നെ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില വല്ലാതെ ക്രിസ്പി ആയി പോവും. അപ്പോൾ ഉള്ളി ഒന്ന് പകുതി കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കറിയുടെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം, അതുപോലെ ചെയ്യുക. നമ്മുടെ കറിക്ക് ഭംഗിയും ഉണ്ടാവും, അതുപോലെ തന്നെ എരിവ് ബാലൻസ് ആവുകയും ചെയ്യും. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ, എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കിക്കോളൂ. അപ്പോൾ ഉള്ളിയുടെ കളർ മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പില വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്നുകൂടി കുക്കായി വരട്ടെ, അതുവരെ വീണ്ടും ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയും കുക്കായി വരട്ടെ. ഇതിലേക്ക് വറ്റൽമുളകോ കടുകോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ടോ ഉള്ളിയൊക്കെ കളർ മാറി തുടങ്ങി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് എരിവ് കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. ഇല്ലെങ്കിൽ കറിക്ക് ഭംഗി കിട്ടാനാണെങ്കിലും ഇതുപോലെ ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ വളരെ നല്ലത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ വറവിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് ചേർത്തിട്ട്
ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. വീണ്ടും ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മുടെ മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഫോട്ടോയ്ക്ക് ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇപ്പോൾ മുട്ട വെച്ച് കൊടുക്കുന്നത്. സെർവ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുക. മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുഴുവനായിട്ട് തന്നെ മതി എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കറി? വളരെ ഈസിയാണോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.